ഒരു ഉപാസകന് അല്ലെങ്കിൽ ഈ പൂർണ്ണമായിട്ടും ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്തിട്ട് ഭഗവാനിലേക്ക് സ്വയം സമർപ്പിതമായ ഒരാൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടണമെന്നുണ്ടോ? അലട്ടണമെന്നുണ്ട്. കാരണം ഇതൊരു ഇപ്പം സറണ്ടർ ആവുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു എനർജി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം കൈവശം ചെയ്യുന്ന ഒരാളാണെങ്കിലും അയാളും ഇതിൽ ഉപയോഗിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ്. അപ്പോൾ ഈ ഉപാസകർ എന്ന് പറയുന്ന സമയത്ത് ഉപാസകർക്ക് ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ക്രമങ്ങളും കൂടി ഉപാസനയിലുണ്ട്. അപ്പം നമ്മൾ ഒരു ദേവതയെ ഉപാസിക്കുകയാണെങ്കിൽ ആ ദേവതയുടെ കവചം അത് നമ്മൾ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യും, ഇല്ലേ? അതെന്തിനാ? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഉപാസകൻ ആയിരിക്കുന്ന ആൾക്കും ഏത് ദേവതയെ ഉപാസിക്കുമ്പോഴും അതിൻ്റെ കൂടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളും കൂടിയുണ്ട്. ഇതൊക്കെ കൂടി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനും ഈ പ്രശ്നങ്ങൾ വരാം. അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷനാണ് ഈ പറയുന്ന പോലത്തെ മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ കവചമന്ത്രങ്ങൾ ജപിക്കുക, ഉത്കീലന മന്ത്രം, ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആ മന്ത്രത്തിനെ ബൂസ്റ്റ് ചെയ്യാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കേവലം ഒരു മന്ത്രമല്ല ഒരു ഉപാസന എന്ന് പറയുമ്പോൾ. ഇപ്പം താങ്കൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഗണപതി ഭക്തനാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഗണപതി മന്ത്രമാണ് ഉപാസിക്കുന്നതെന്നുണ്ടെങ്കിൽ വെറും ഒരു മന്ത്രജപം മാത്രമല്ല. ഭക്തിമാർഗത്തിൽ ഭക്തിമാർഗത്തിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഈശ്വരനോട് അകാരണമായ ഭക്തി കാര്യങ്ങൾ ഇതെല്ലാം. പക്ഷേ ഇതെല്ലാം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നീഡിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരു ആഗ്രഹം, ഒരു കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം എന്ന് എടുക്കുക. ഇപ്പം നമുക്ക് മോക്ഷമാണ് വേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പറയും. എന്നിട്ട് നമ്മൾ ഈശ്വരനെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. മോക്ഷമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ആഗ്രഹമാണ്, മനസ്സിലായോ? അപ്പോൾ ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം സഫർ ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു ടെർമിനോളജിയാണ് ഭക്തിയിൽ വരുന്നത്. ഈശ്വരൻ എനിക്ക് സങ്കടം തന്നോട്ടെ, എന്തിനാ? ഏതെങ്കിലും ഒരു കാലത്ത് സന്തോഷം തരുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടണമെന്ന് കരുതിയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ തന്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നില്ല. അതായത് ഭക്തി ഇല്ലാതെ മന്ത്രം ജപിച്ചാലും എന്തുണ്ടാവും? ഇത് വർക്ക് ചെയ്യും, ഫലമുണ്ടാവും. കാരണം ഇത് ശബ്ദതരംഗങ്ങളാണ്.